ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 5 ആയിട്ടുള്ള എംബ്രൈസിങ് എമ്പതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എന്താണ് എംബ്രൈസിങ് എമ്പതി എന്ന് വെച്ചാൽ? എന്താണ് എമ്പതി? എമ്പതി എന്ന് വെച്ചാൽ എമ്പതി, സിമ്പതി എന്നൊക്കെ പറഞ്ഞാൽ എമ്പതി എന്ന് വെച്ചാൽ ഒരു സഹാനുഭൂതി എന്നാണ്. എംബ്രൈസ് ചെയ്യുക, ആലിംഗനം ചെയ്യുക. എംബ്രൈസിങ് വിത്ത് സിമ്പതി എന്ന് വെച്ചാൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരുടെ ഫീലിങ്സ് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ. ഐ ഡു നോട്ട് ആസ്ക് ദ വൂണ്ടഡ് പേഴ്സൺ ഹൗ ഹീ ഫീൽസ്, ഐ മസ്റ്റ് ബിക്കം ദ വൂണ്ടഡ് പേഴ്സൺ. വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞൊരു ഡയലോഗാണ്. എന്താണ്? ഞാൻ ആ വൂണ്ടഡ് പേഴ്സൺ, വൂണ്ടഡ് എന്ന് വെച്ചാൽ മുറിവ് പറ്റിയ ആ വ്യക്തിയോട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചോദിച്ചില്ല. എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ മുറിവ് വേദന ഉണ്ടോ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഐ മൈസെൽഫ് ബിക്കെയിം ദ വൂണ്ടഡ് പേഴ്സൺ. ഞാൻ ആരായിട്ട് മാറി? ആ വേദനിക്കുന്ന, ആ മുറിവ് പറ്റിയ ആളായിട്ട് ഞാൻ അങ്ങ് മാറി. അതുകൊണ്ടാണ് ഇവർ ഇത്രയും പേര് എന്ത് ചെയ്തേക്കുന്നത്, ആ റേസിൽ ഒരാൾ വീണ് പോയപ്പോഴത്തേക്കും അവരെല്ലാവരുടെ ചെന്ന് എന്ത് ചെയ്യുന്നത്, അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ്. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നതെന്നൊന്ന് നോക്കിയേ. അതെ, ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഒരുപാട് ഗിഫ്റ്റുകൾ കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് ആ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? മേ ബി അവർ എന്തെങ്കിലും ഗിഫ്റ്റുകൾ, എന്തെങ്കിലും ഇവൻറ്റ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഓർഫണേജിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുന്നതാവാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആ പിക്ചറിനകത്ത് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരുപാട് കുട്ടികൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ആ സ്ത്രീ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ദാറ്റ് വുമൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടിങ് ഗിഫ്റ്റ് ടു ദി ചിൽഡ്രൻസ്, അല്ലേ? കുട്ടികൾക്കായിട്ട് ഗിഫ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്? ഡിഡ് ഇറ്റ് റിമൈൻഡ് യുവർ സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ് ഓർ സമ്മൺ യു ലവ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇവൻ്റാണോ, നിങ്ങളുടെ ലൈഫിൽ നടന്നൊരു സംഭവമാണോ, അതേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെ ആണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? അല്ലേ, നമുക്ക് നോർമലി ഗിഫ്റ്റ് തരുന്ന ആരാണ്? നമ്മൾ അത്രത്തോളം ഇഷ്ടമുള്ള ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗിഫ്റ്റ് തരുന്നത്. ദി യെല്ലോ അംബ്രല, മഞ്ഞ കുട. വി ഓൾ ഹാവ് മെമ്മറീസ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും എന്താണ്, ഓർമ്മകളുണ്ട്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്, സം ഓഫ് ദം ആർ പെയിൻഫുൾ. ഓർമ്മകൾ ചിലതൊക്കെ നമുക്ക് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര നമ്മളെ പ്ലസൻ്റ് ആക്കി വെക്കുന്നു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, വളരെ പെയിൻഫുള്ളായിട്ടുള്ള, വേദനകരമായിട്ടുള്ള ഓർമ്മകളായിരിക്കും നമുക്കുണ്ടാവുന്നത്. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. നമ്മൾ ചില സമയങ്ങളിൽ വളരെ ബാഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പോവേണ്ടി വന്നിട്ടുണ്ട്. മെമ്മറീസ് ഓഫൻ മേക്ക് ദം മോർ പെയിൻഫുൾ. അപ്പോൾ എന്താണ്, നമുക്ക് മെമ്മറീസ്, നമ്മളെ ഓർമ്മകൾ നമ്മൾ എന്താക്കി മാറ്റും, നമ്മൾ കൂടുതൽ വേദനിപ്പിക്കുന്ന മെമ്മറീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ, അല്ലേ? ഒക്കേഷണലി എ മെമ്മറി അവേക്കൻ ഇൻ അസ് ദ ഡിസയർ ടു പൊസസ് സംതിങ്. ദ ഡിസയർ ഓഫൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ്? ഒരു ആഗ്രഹമാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെ പൊസസ് ചെയ്യാൻ, എന്താണ് പൊസസ് ചെയ്യുക, കൈവശം വയ്ക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അത് മാത്രമല്ല, ദ ഡിസയർ, ആ ഒരു ആഗ്രഹം, ഓഫൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ ഓർ ദ പ്രൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കില്ല. ഇറ്റ് ബിക്കം വാല്യുബിൾ ടു അസ് ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. നമ്മുടെ ഓർമ്മകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ആഗ്രഹത്തിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത്. എ യെല്ലോ അംബ്രല മേ ലുക്ക് വെരി ട്രിവിയൽ ഒബ്ജക്റ്റ് ടു യു. നമുക്ക് ചിലപ്പോൾ ഒരു യെല്ലോ അംബ്രല എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നായിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കത്ത് പോലും ഇല്ലായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. ആ ഒരു യെല്ലോ അംബ്രലയ്ക്ക് ചിലപ്പോൾ നിങ്ങളിലൊരു അട്രാക്ഷനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കാണില്ല. യുവർ പാരൻസ് ഹാവ് ബോട്ട് യു സെവറൽ umbrellas since your first year at the school, some of them quite colorful and attractive. കാരണം നിങ്ങൾക്ക് സ്കൂൾ തലം മുതലേ, 1ാം ക്ലാസ് മുതലേ, ഇപ്പോൾ 7ാം ക്ലാസ് ആണെങ്കിൽ 7ാം ക്ലാസ് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പാരൻസ് എല്ലാ വർഷവും ഓരോ കുടകൾ വാങ്ങി തന്നിരിക്കാം. അത് വളരെ ഭംഗിയുള്ള, വളരെ കളർഫുൾ ആയിട്ടുള്ള കുടകളായിരിക്കാം. ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് എ യെല്ലോ അംബ്രല ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ യെല്ലോ അംബ്രലയ്ക്ക് എന്ത് കാണില്ല, ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി കാണില്ല. ബട്ട് ഫോർ ജോസഫ്, എ യങ് ബോയ് ഫ്രം പാൽമാസ് ഇൻ ബ്രസീൽ, എ യെല്ലോ
അംബ്രല വാസ് സംതിങ് സ്പെഷ്യൽ. പക്ഷേ ജോസഫിന് അങ്ങനെ അല്ലായിരുന്നു. അവൻ ബ്രസീലിലെ പാൽമാസിലുള്ളൊരു ബോയാണ്. അവന് യെല്ലോ അംബ്രല എന്ന് പറഞ്ഞാൽ, മഞ്ഞക്കുട എന്ന് പറഞ്ഞാൽ എന്തോ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ ഇതിലെ ക്യാരക്ടറിൻ്റെ പേരാണ് ജോസഫ് എന്ന് പറയുന്നത്. We learn about Joseph from two Brazilian filmmakers, Helena Hilario and Mario Peck. അപ്പോൾ നമ്മൾ ജോസഫിനെ പറ്റി മനസ്സിലാക്കുന്നത് രണ്ട് ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ്, അതായത് ഫിലിംസൊക്കെ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സായിട്ടുള്ള ഹെലന ഹിലാരിയോയിൽ നിന്നും മരിയ പെക്കിൽ നിന്നുമാണ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹർ സിസ്റ്റർ. ഈ ഒരു കഥ ആരംഭിക്കുന്നത് ഈ നമ്മുടെ ഫിലിം മേക്കറായിട്ടുള്ള ഹെലന ഹിലാരിയോയ്ക്ക് അവളുടെ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്നൊരു ഫോൺ കോൾ കിട്ടുന്നത് വെച്ചിട്ടാണ്. ഹർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് വിത്ത് ആൻ ഓർഫണേജ് ഇൻ പാൽമാസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ദി ചിൽഡ്രൻ. അപ്പോൾ അവളുടെ സിസ്റ്റർ, അതായത് ഹെലനയുടെ സിസ്റ്റർ എവിടെ പോയിരിക്കുകയായിരുന്നു? ഒരു ഓർഫണേജിൽ, പാൽമാസിലുള്ള ഒരു ഓർഫണേജിൽ പോയിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദ ചിൽഡ്രൻ അറ്റ് ദ ഓർഫണേജ് വെയർ ഡിലൈറ്റഡ് അറ്റ് സീയിങ് ദിസ്. അല്ലെ, അവിടെ ഓർഫണേജിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കണ്ടപ്പോൾ എന്താണ്, വളരെയധികം സന്തോഷം ആയിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ടോയ്സൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് ഷീ നോട്ടീസ്ഡ് എ ബോയ് വിത്ത് എ മോൺഫുൾ ഫേസ് ഹൂ ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദി ടോയ്സ്. പക്ഷേ ഹെലനയുടെ സിസ്റ്റർ എന്ത് കാണുന്നുണ്ട്? ഒരു കുട്ടിക്ക് മാത്രം വളരെ മോൺഫുള്ളായിട്ട്, വളരെ കരഞ്ഞു കലങ്ങിയ മുഖമായിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഈ ടോയ്സിലൊന്നും വളരെ ഇൻട്രസ്റ്റും ഇല്ല. ഷീ വെൻ്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഹാവ് ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ ഹെലനയുടെ സിസ്റ്റർ എന്ത് ചെയ്യാണ്? അവൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, മകനെ നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്? എ യെല്ലോ അംബ്രല ഹി സെഡ്. അവൻ പറയുന്നത് എന്താണ്? എനിക്കൊരു മഞ്ഞ കുടയാണ് വേണ്ടത്. ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാസ്റ്റ്. അവൻ്റെ മുഖത്ത് അപ്പോഴും എന്തായിരുന്നു? ഭയങ്കര വിഷമം ആയിരുന്നു. ഹിലാരിയോ സിസ്റ്റർ വാസ് പസിൽഡ്. ഹിലാരിയോയുടെ സിസ്റ്ററിന് എന്താണ്? ഭയങ്കര കൺഫ്യൂസ്ഡായി. ബട്ട് സൂൺ ഷീ ഹാഡ് ദ ഹോൾ സ്റ്റോറി ഫ്രം ഹിം. അതിനുശേഷം ഹിലാരിയോയുടെ സിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബോയിയോട് അവൻ്റെ സ്റ്റോറി മുഴുവൻ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഓർഫണേജിൽ എത്തിയതെന്നും ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദി കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. അത് വളരെ മുമ്പൊന്നുമല്ല, ഈ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഈ ബോയ് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്നത് എങ്ങനെയാണ്? ബോയ് എന്ന് പറയുന്നത് ഒരു കൂട്ടം റെഫ്യൂജീസിൻ്റെ കൂട്ടത്തിലെത്തിയതാണ്. എങ്ങനെയാണ്? ഒരു ഷിപ്പിൽ വന്ന് ഈ ഒരു രാജ്യത്തേക്ക് വന്ന് ഇറങ്ങിയതാണെന്നാണ് പറയുന്നത്. റെഫ്യൂജി എന്ന് വെച്ചാൽ എന്താണ്? അഭയാർത്ഥികൾ. ദെയർ വർ മെനി ലൈക്ക് ഹിം ആൾ ഓവർ ദ വേൾഡ്. ലോകത്ത് ഇവരെ പോലെ റെഫ്യൂജീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. റണ്ണിങ് അവേ ഫോർ ഫിയർ ഫ്രം ദെയർ കൺട്രീസ് ഓർ ത്രോൺ ഔട്ട് ആസ് അൺവാണ്ടഡ് പീപ്പിൾ. ചില രാജ്യങ്ങളിൽ നിന്ന് അവരുടെ രാജ്യക്കാരെ തന്നെ പേടിച്ച് മറ്റു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്താണ്, സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് തള്ളിയ ഒരുപാട് ആൾക്കാരെന്താണ് ഈ റെഫ്യൂജീസിൻ്റെ ഇടയിൽ എന്താണ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റെയിനി ഡേ. അന്നൊരു മഴയുള്ള ഒരു ദിവസമായിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബ്രല ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം റെയിൻ ആസ് ദേ വാക്ക്ഡ്. അപ്പോൾ അവൻ്റെ അച്ഛനും ഈ റെഫ്യൂജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അയാൾ എന്ത് ചെയ്യാണ്? വലിയൊരു അംബ്രല, ഒരു വലിയ മഞ്ഞ അംബ്രലയൊക്കെ ഓപ്പൺ ചെയ്ത്, ഭയങ്കര മഴയായിരുന്നു. ആ മഴയിൽ എന്ത് ചെയ്യണം? രണ്ടുപേരുടെ നടന്നു പോവുകയാണ്. ദേ വർ ഗോയിങ് ടു ആൻ ഓർഫണേജ്. അവരെങ്ങോട്ടാണ് പോയിരുന്നത്? ഒരു ഓർഫണേജിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദി ഓർഫണേജ്. അവൻ്റെ ഫാദർ എന്ത് ചെയ്തു? ആ കുട്ടിയെ ഓർഫണേജിൽ കൊണ്ടുവന്നങ്ങ് ആക്കി. ദാറ്റ് വാസ് എ ഒൺലി വേ ഔട്ട് ഫോർ ഹിം. ആ അച്ഛന് അത് മാത്രമേ വഴി ഉണ്ടായിരുന്നുള്ളൂ. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വീക്ക് ഫോർ എ ലോങ് ടൈം. ദ ഒൺലി ഹോപ്പ് ഫോർ സർവൈവൽ ഓഫ് ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദി ഓർഫണേജ്. അപ്പം ആ ഒരു അച്ഛൻ്റെ കയ്യിൽ കുട്ടിയെ നോക്കാനുള്ള പൈസ ഇല്ലാത്ത കാരണം കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? മകനെ ഓർഫണേജിൽ കൊണ്ടുവന്നാക്കുന്നത്. ഓർഫണേജിലാകുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉള്ള ജീവിച്ചു പോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്ത് കിട്ടിക്കോളും? ആ കുട്ടിക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫാദർ അവിടെ കൊണ്ടുവന്നാക്കുന്നത്. ദ ബോയ് വാച്ച്ഡ് ആസ് ഹിസ് ഫാദർ വാക്ക്ഡ് അവേ, റെയിൻ ഡ്രോപ്സ് ബൗൺസിങ് ഓഫ് ദി യെല്ലോ അംബ്രല. ആ ബോയ് അച്ഛൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. ആ പോകുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിൽ ആ മഞ്ഞക്കുട ഉണ്ടായിരുന്നു. ആ കുടയിലേക്ക് വീഴുന്ന ഓരോ തുള്ളികളും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഇങ്ങനെ തെറിച്ചു പോകുന്നതായിട്ട് അവൻ ശ്രദ്ധിച്ചു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അന്നായിരുന്നു അവൻ എന്ത് ചെയ്യുന്നത്? അവൻ്റെ അച്ഛനെ അവസാനമായിട്ട് കാണുന്നത്. ദ യെല്ലോ അംബ്രല ഹാഡ് ബിക്കം എച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. അങ്ങനെയാണ് അവൻ്റെ ആ ഒരു ഓർമ്മകളിൽ ഈ ഒരു യെല്ലോ അംബ്രല എന്ത് ചെയ്തത്? അങ്ങ് പതിഞ്ഞു പോയത്. ഇറ്റ് വാസ് ആസ് ഇഫ് ദ യെല്ലോ അംബ്രല വുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സൺഡേ. അപ്പം അവൻ വിശ്വസിക്കുന്ന എന്താണ്? എന്നെങ്കിലും അവനൊരു യെല്ലോ അംബ്രല കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പാരൻസുമായിട്ട് യുണൈറ്റ് ചെയ്യാം, ഒരുമിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവനിപ്പോൾ ഹെലനയുടെ സിസ്റ്ററിനോട് എന്ത് ചോദിക്കുന്നത്? തനിക്ക് വേണ്ടത് ഒരു മഞ്ഞക്കുടയാണെന്ന് ചോദിക്കാനുള്ള കാരണം.
ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ് സ്റ്റോറി. അപ്പോൾ ഹിലാരിയോയ്ക്ക് ഈ ബോയുടെ കഥ വളരെ ഇഷ്ടപ്പെട്ടു. ഷീ തോട്ട് ഓഫ് ടേണിങ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻറ്റു എ വർക്ക് ഓഫ് ആർട്ട്. അപ്പോൾ അവൾ ചിന്തിച്ചു, ഈ ബോയിയുടെ ഈ വിഷമം എന്തുകൊണ്ട് നമുക്കൊരു ഫിലിം ആക്കിക്കൂടാ, ഒരു ആർട്ട് ആക്കിക്കൂടാന്ന് ചിന്തിക്കുന്നു. എ റെക്കോർഡ് ഓഫ് എംപതി ആൻഡ് ഹോപ്പ്, അല്ലേ, പ്രതീക്ഷയുടെയും അല്ലെങ്കിൽ എന്താണ് സിമ്പതിയുടെയും ഒക്കെ ഒരു കണികയാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ. ഇറ്റ് ടുക്ക് 10 years ഫോർ ഹിലാരിയോ ആൻഡ് ഹർ അസോസിയേറ്റ് മരിയോ പെക് ടു പ്രൊഡ്യൂസ് ആനിമേറ്റഡ് ഫിലിം അംബ്രല. 10 വർഷത്തോളം എടുത്താണ് നമ്മുടെ ഹിലാരിയോയും അതുപോലെ തന്നെ മരിയോ പെക്കും കൂടി അനിമേറ്റഡ് ഫിലിമായിട്ടുള്ള അംബ്രല എന്ന് പറയുന്ന ഈ ബോയിയുടെ സ്റ്റോറി എന്ത് ചെയ്യുന്നത്, ഫിലിമാക്കി ഇറക്കുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019, 2019 അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് റിസീവ്ഡ് ആൻ ഓസ്കാർ നോമിനേഷൻ ആൻഡ് വെൻ ടു വിൻ റെക്കഗ്നിഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. ഇതിനെന്ത് കിട്ടിയിട്ടുണ്ടൊരു ഓസ്കാർ നോമിനേഷൻ ലെവലിലൊക്കെ പോയിട്ടുള്ള ഒരു ഫിലിം ആണ് ഈ ഒരു അംബ്രല എന്ന് പറയുന്ന ഫിലിം. അതുമാത്രമല്ല ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ ഈ ഒരു ഫിലിമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. Umbrella is a film that can both entertain and enlighten grown-ups and children alike. It is a story of love and hope. Umbrella എന്ന് പറയുന്ന ആ ഒരു ഫിലിം, ആ ഒരു സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോണപ്പ്, വളർന്ന് വലുതായ ആൾക്കാരെയും അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർടൈനും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജ്ഞാനവും ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മളിൽ ഒരു വിശ്വാസം ഈ ഒരു ഫിലിം എന്ത് ചെയ്യുന്നുണ്ട്, കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻസിനെ മറ്റൊരു ഹ്യൂമനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഫിലിമിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ദി യെല്ലോ അംബ്രല. നമുക്കിനി അടുത്തത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം. വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻസ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ മെമ്മറീസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്? കാരണം മെമ്മറീസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ ആഗ്രഹിക്കാനായിട്ട് തോന്നുള്ളൂ, അല്ലേ? അതാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. ഹൗ ഡിഡ് ഹെലന ഹിലാരിയോ ആൻഡ് മരിയോ പെക് ഗെറ്റ് ദാറ്റ് ത്രെഡ് ഫോർ ദി ഫിലിം? എങ്ങനെയാണ് ആ ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അവർക്ക് കിട്ടുന്നത്? അവർക്ക് ആ ഒരു ഇത് കിട്ടുന്ന അവിടെ നിന്നാണ്. അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഹെലനയുടെ സിസ്റ്റർ ആ ഒരു ഓർഫണേജ് പോയി വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ജോസഫിന് ആ ഒരു യെല്ലോ അംബ്രലയോട് അറ്റാച്ച്മെൻറ്റ് വന്നതെന്നാണ്. അവൻ്റെ അച്ഛൻ അവസാനമായിട്ട് അവനെ കൊണ്ടുവന്ന് ഓർഫണേജ് ആക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ എന്ത് ചൂടിയിട്ടുണ്ടായിരുന്നു, ഒരു യെല്ലോ അംബ്രല ചൂടിയിട്ടുണ്ടായിരുന്നു. അവൻ വിശ്വസിക്കുന്ന എന്താണ്, യെല്ലോ അംബ്രല കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പാരൻസുമായിട്ട് യുണൈറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അടുത്തത്, ജോസഫിൻ്റെ ഫാദർ എന്തുകൊണ്ടാണ് അവൻ ഓർഫണേജ് കൊണ്ടാക്കിയെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ജോലിയില്ലായിരുന്നു, മകനെ നോക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. വാട്ട് ഡസ് ദിസ് ടെൽസ് us about their situation? അവരുടെ എന്ത് സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓരോ റെഫ്യൂജീസിൻ്റെയും ഒരു കണ്ടീഷനാണ് ഇവിടെ കാണിക്കുന്നത്, അഭയാർത്ഥികളുടെ കണ്ടീഷനാണ് ഇവിടെ കാണിക്കുന്നത്. So if you are interested in watching these videos, please do subscribe my channel. Thank you.